ഓരോ യാത്രയും നല്ല അനുഭവമാണ്. അങ്ങനെയാണ് ഓരോ വെക്കേഷനും നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. കുട്ടികൾക്കൊരു സന്തോഷമാകുമല്ലോ. അങ്ങനെയാണ് ഈ ആഴ്ച എവിടെ പോകും എന്നുള്ള ആലോചനയിൽ നിന്നാണ് പാലരുവിയിലേക്ക് യാത്ര പോകാം എന്ന് തീരുമാനിക്കുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി. പാലരുവി എന്ന പേര് തന്നെ പാല് പോലെ വെളുത്ത നിറത്തിൽ താഴേക്ക് പതിക്കുന്ന അരുവി ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ പാലരുവി. പാലരുവിയിലേക്ക് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ യാത്രയായി. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ വനത്തിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താൻ പറ്റൂ. നമ്മുടെ വണ്ടിയൊന്നും കടത്തുമില്ല. ഏകദേശം 70 രൂപ ടിക്കറ്റ് വേണം. വനംവകുപ്പിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. വനത്തിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, വളരെ സന്തോഷകരവും രസകരമൊക്കെ കാര്യമാണ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ടാകും. എപ്പോഴെങ്കിലും ആനയോ വല്ല പുലിയോ വല്ല കരടിയോ ഒക്കെ ചാടി വീണാലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഒരു സമാധാനമുണ്ട്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒത്തിരി ആളുള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെയാണ് ഈ യാത്ര പാലരുവിയിലേക്ക് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി വണ്ടികൾ, വനംവകുപ്പിൻ്റെ ഒത്തിരി വണ്ടികൾ ആളിനെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടുന്ന് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഏതായാലും വെക്കേഷൻ സമയം ആയതുകൊണ്ട് സാമാന്യം മികച്ച ആൾക്കൂട്ടം തന്നെയാണ് അവിടെ. കാരണം എല്ലാവരും പാലരുവിയിലേക്ക് വെച്ചു പിടിക്കുകയാണ്. അങ്ങനെ പെയ്യെ യാത്ര കുട്ടികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം കുറഞ്ഞ ചെലവിൽ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. കുറഞ്ഞ ചെലവിൽ ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഏതായാലും പാലരുവിയിലേക്ക് എത്തി. കൊടൂരമായ നിഗൂഢമായ വനത്തിനിടയിൽ നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താ വെക്കേഷൻ കാലത്തായതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് വന്ന് ചാടുന്നത്. അതുകൊണ്ട് ഈ വനങ്ങളുടെ ചുറ്റിലും നമുക്ക് കാണാൻ പറ്റും കുരങ്ങന്മാരുടെ ബഹളമാണ്. അവർക്കൊരു സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ സമയത്തൊക്കെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് മാത്രമല്ലേ ഉള്ളൂ വെള്ളച്ചാട്ടമുള്ളൂ. അല്ലാതെ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ ആരും ഇവിടെ ഒന്നും വരാൻ പോലും ഇഷ്ടപ്പെടത്തില്ല. ഏതായാലും അങ്ങനെ അകലെ നമ്മൾ നോക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പം അരുവിയിലൊക്കെ പലരും കുളിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിനിടയിൽ അരുവി കുളി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെ തിരക്കുണ്ട്. അല്ലാതെ ഇത് കാണാനുള്ള ആ ത്രില്ലില് അങ്ങോട്ട് പോകുന്നവരുടെ തിരക്ക് എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ബഹളമായവാ. എന്നാലും നടന്നുകൊണ്ട് നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ ജെർക്കിങ് ഉണ്ടാകാനുണ്ട്. വൻ മരങ്ങളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എപ്പോഴും നമ്മള് വനത്തിലൂടെ യാത്ര, വനം ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ് എല്ലാവരും, മലയാളികൾ പ്രത്യേകിച്ച്. കാരണം ഈ വനം നമുക്കൊരു വളരെയധികം ലഹരിയാണ്. വനവും ഈ അരുവിയും വെള്ളമൊക്കെ തന്നെ അല്ലേ. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. കിച്ചും കായും പാറും എല്ലാവരും തന്നെ ഭയങ്കര ത്രില്ലിലാണ്. ആ വെള്ളത്തിലൊന്ന് ചാടണം, ഒന്ന് കുളിക്കണം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഇങ്ങനെ ഈ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഓരോന്നും കയറി നമ്മൾ ആ പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ ചെന്ന് ആ പാലുപോലെ ഒഴുകുന്ന വെള്ളച്ചാട്ടം ഏകദേശം 300 അടി ഉയരത്തിൽ നിന്ന് നമ്മുടെ ദേഹത്തേക്ക് വന്നു വരുന്ന ആ വെള്ളം എന്തമോ വല്ലാത്ത തണുപ്പാണ്. ആ വെള്ളത്തിന് ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. പല കുട്ടികളും നമ്മളിങ്ങനെ പോകുമ്പോഴേ കുട്ടികളെല്ലാം ഇങ്ങനെ വേറെ ചിരിക്കുന്ന കണ്ടു. അവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. ദൈവമൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇപ്പം ചാടുക എന്നുള്ള ആ വിചാരത്തിൽ തന്നെയാണ്. കാരണം ദൂരെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതുപോലെ മനോഹരമായ ഒരു ദൃശ്യം വേറെ ഇല്ല എന്ന് തോന്നും. ഈ വെള്ളത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, ഈ അനേക ദൂരത്തിൽ നിന്ന് വരുന്ന ഈ വെള്ളം പല ഔഷധ സസ്യങ്ങളാൽ സമ്പൽ സമൃദ്ധമായ വനമേഖലയിലൂടെ വരുന്നത് കൊണ്ട് അതിന് ഔഷധവും കൂടുതലാണെന്നാണ് പറയുന്നത്. അത് കുളിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്.
പക്ഷെ പൊതുവെ എല്ലാവരും കൂടി കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ തണുത്ത വെള്ളം ശരീരത്തേക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇത് കണ്ടതിന് ശേഷം നമ്മൾ തോർത്തൊക്കെ എടുത്ത് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു വെക്കേഷൻ കാലം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചയമായും കുറഞ്ഞ ചെലവിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പാലരുവി. അപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിലേക്ക് ചാടട്ടെ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. ഓക്കെ, ബൈ.